അപ്പം 4 പ്രമാണങ്ങളാണ് മുസ്ലിം ഉമ്മത്ത് പൊതുവെ സ്വീകരിച്ചു പോകുന്ന പ്രമാണങ്ങൾ. അത് 2 അടിസ്ഥാന പ്രമാണം, ബാക്കി 2 അനുബന്ധ പ്രമാണം. ഈ 4 മുസ്ലിമീങ്ങളുടെ പ്രമാണം എന്ന് പറയുന്നത്. അസ്ലതാണ്. ആ പ്രമാണത്തിലുണ്ടോ നമുക്കത് സ്വീകരിക്കാം, ഇല്ലേ അത് സ്വീകാര്യമല്ല. ഇനി അതിലേക്ക് ചേർന്ന് വരുന്ന ബാക്കി 6 കാര്യം പറയണമെന്നില്ല. അത് ഒരു അടിസ്ഥാനമോ അനുബന്ധമോ ആയിട്ടല്ല, എന്നാൽ ഇതിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഭാഗമായി അവ കൂടി സ്വീകരിക്കപ്പെട്ടു. ഇപ്പോൾ ഉദാഹരണമായി സ്വഹാബിയുടെ കൗല് സ്വഹാബി. ഒരു വിഷയത്തിൽ ഖുർആനില്ല, സുന്നത്തില്ല, ഇജ്മാ ഇല്ല, ഖിയാസുമില്ല. ആകെ കിട്ടിയത് അക്കാര്യത്തിൽ ഒരു സ്വഹാബി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് കിട്ടി. ഒരു സ്വഹാബി കാര്യത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അതൊരു പ്രമാണമായി സ്വീകരിക്കാമോ ഇല്ലേ? അതാണ് ഇപ്പോൾ ഇതിൽ ചർച്ച. ഒരു സ്വഹാബി പറഞ്ഞു കിട്ടി, വേറെ ഒന്നുമില്ല എങ്കിൽ ആ സ്വഹാബി പറഞ്ഞതിന് അടിസ്ഥാനമായി സ്വീകരിക്കണമോ, അതല്ല അത് സ്വീകരിക്കാതെ മറ്റു തരത്തിലേക്ക് അതിനെ പോകണമോ? അതാണ് കൗലു സ്വഹാബി, സ്വഹാബിയുടെ കൗല്. അതേപോലെ നേരത്തെ പറഞ്ഞ ഉർഫ്, അതുപോലെ ശർഉ മൻ ഖബലന, മസാലിഹുൽ മുർസല, ഇസ്തിഹ്സാൻ എന്നൊക്കെ പറയുന്ന 6 ഏരിയകൾ അതും കൂടി വരും. മൊത്തം 10 ദലീലുകളാണ് മുസ്ലിം ഉമ്മത്തിൽ മൊത്തത്തിൽ ചർച്ചയിൽ വന്ന കാര്യങ്ങൾ. അത് എല്ലാവരും ഏകോപിച്ച് പറഞ്ഞത് 4 കാര്യം, ലാഹിരികൾ ഒഴികെ. ലാഹിരികൾ 3 പറഞ്ഞു, ബാക്കി എല്ലാവരും 4 പറഞ്ഞു. ബാക്കി 6 ചിലർ പറഞ്ഞു, ചിലരത് സ്വീകരിച്ചിട്ടില്ല, ചിലർ അതിനെ ആക്ഷേപിച്ച് പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് അത് നമുക്കത്ര ഒരു കാര്യമായി പഠിക്കണം എന്നില്ല. ഏതായാലും ഈ പ്രമാണങ്ങളിലാണ് ബാക്കി കർമ്മശാസ്ത്രത്തിലെ എല്ലാ ഹുക്കുമുകളും കിടക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൽ നിന്ന് എങ്ങനെ 4 മദ്ഹബ് ഉണ്ടായി, ആ മദ്ഹബുകളുടെ ഒരു രീതി എന്താണ് ഓരോന്നിൻ്റെയുമുള്ള അസ്ലുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്നൊരു ഭാഗമാണ് അടുത്ത ക്ലാസ്സിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ ഒരു പക്ഷെ തീർന്നേക്കാം, ഇല്ലെങ്കിൽ അതിൻ്റെ ബാക്കി പിന്നെ ക്ലാസ്സിൽ എടുക്കേണ്ടി വന്നേക്കാം. അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ കിതാബിലേക്ക് ഇൻഷാ അല്ലാഹ് നീങ്ങാം. മറ്റേ നമ്മൾ കുറേ ഉള്ളിലേക്ക് പോയാൽ പിന്നെ ഇത് അധികം പോയാൽ കൈ തന്നെയാണ്. ഒരു 5-8 ക്ലാസ് അങ്ങനെ പോയാൽ ഒരുപാട് അസുഖങ്ങൾ കിട്ടും, പ്രശ്നമൊന്നുമില്ല. കിതാബൊക്കെ നമുക്ക് എപ്പോഴും കിടക്കാമല്ലോ. അതെന്ത് വേണമെന്ന് ക്ലാസ്സിൽ കഴിഞ്ഞിട്ട് നമുക്ക് അപ്പം ആലോചിക്കാം. പല ഏരിയ ഇന്നതാ പറഞ്ഞിട്ട് ആ ഏരിയ പറയണോ വേണ്ടത് നമുക്ക് അപ്പം തീരുമാനിക്കാം. ഇത് പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾ ചോദിക്കാണ്ടോ? ഉണ്ട്, ഇന്നത്തെ കാലത്തും ഇജ്മാ ഉണ്ടാവാം. പക്ഷെ മിക്കവാറും കാര്യങ്ങളിൽ ആദ്യകാലങ്ങളിൽ തന്നെ ഇജ്മാഉകൾ സ്ഥിരപ്പെട്ട് കഴിഞ്ഞിട്ട് പോയിട്ടുണ്ട്. ഇന്നത്തെ ഉമ്മത്തിലെ പണ്ഡിതന്മാർക്ക് അല്ലാഹു തആല അധികം പണിയൊന്നും അങ്ങനെ ബാക്കി വെച്ചിട്ടില്ല. അതൊക്കെ മുൻഗാമികളായ പണ്ഡിതന്മാർ തന്നെ ചെയ്ത് കഴിഞ്ഞു പോയി. അതുകൊണ്ട് അവരൊക്കെ പറഞ്ഞു വെച്ചതിനെ വായിച്ചും പഠിച്ചും ആ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ട പണിയെ കാര്യമായിട്ട് ഇന്നുള്ളൂ. എന്നാൽ ഗവേഷണം ഇല്ല എന്നല്ല, ഗവേഷണം ഉണ്ടാകാം. പക്ഷെ മുത്തലക്കായ മുജ്തഹിദ് എന്ന് പറയാവുന്ന യോഗ്യതകളൊക്കെ ഇന്നത്തെ കാലത്ത് ഉണ്ടോ ചോദിച്ചാൽ അറിയപ്പെട്ടിടത്തോളമൊന്നും ഇല്ല. ഉണ്ടാവില്ല എന്നല്ല, ഉണ്ടായിക്കോളാന്നില്ല, ഖിയാമത്ത് വരെ ഉണ്ടാകാം. പക്ഷെ ഇന്നൊക്കെ ഇന്നത്തെ കാലത്തോ തൊട്ട് മുമ്പത്തെ നമ്മളിതോ അങ്ങനത്തെ പണ്ഡിതന്മാർ ജീവിച്ചിട്ടുണ്ടോ ചോദിച്ചാൽ അങ്ങനെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നവർ ഇല്ല. ഉള്ളവരിൽ ഏറ്റവും മികച്ചവരായിട്ടൊക്കെ എണ്ണിപ്പോൾ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ അവരെക്കുറിച്ചൊക്കെ അങ്ങനെ പറയാറുണ്ട്. ഒരു മൊത്തത്തിലൊരു മുജ്തഹിദുകൾ എന്ന് പറഞ്ഞില്ലെങ്കിലും ഫുഖഹാക്കൾ എന്ന് പറയാവുന്ന അവസ്ഥയ്ക്കെത്തിയ ഇപ്പോൾ ഇബ്നു ഉസൈമീൻ ഹദീസും ഫിഖ്ഹും ഒരേപോലെ അഗ്രഗണനായ ആളാണ്. അതേപോലെ ഷെയ്ഖ് ഇബ്നു ബാസ് ഏതാണ്ട് അതേ നിലവാരമുള്ള ആളാണ്. അലാമത്തുൽ ഉമ്മ എന്നൊക്കെയാണ് ഇബ്നു ബാസിനെ പറ്റിയൊക്കെ പിന്നീട് ശേഷങ്ങളൊക്കെ പറഞ്ഞു വെച്ചത്. അങ്ങനെയൊക്കെയുള്ള ഒറ്റപ്പെട്ട പണ്ഡിതന്മാർ ലോകാടിസ്ഥാനത്തിലൊക്കെ ഉണ്ടാവാം. നമ്മുടെ നാട്ടിലൊന്നും ഏതായിരുന്നാലും അങ്ങനത്തൊന്നും ഇല്ല എന്ന് ഉറപ്പ് തന്നെയാണ്. അതിൻ്റെ അടുത്ത് കൂടി അടുക്കുന്നവരില്ല. അപ്പം ഇന്നുള്ള പണ്ഡിതന്മാർക്കുള്ള പണി ഇങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോൾ അതിൽ പൂർവ്വകാല പണ്ഡിതന്മാർ എന്തു പറഞ്ഞു, ഓരെന്തൊക്കെയാണ് കൈകാര്യം ചെയ്തത്, എങ്ങനെയാണ് പറഞ്ഞത്, ഓരെന്താ അടിസ്ഥാനം പറഞ്ഞത്, ആ അടിസ്ഥാനങ്ങളൊക്കെ വായിച്ച് നോക്കിക്കൊണ്ട് അതടിസ്ഥാനത്തിൽ ആധുനിക പണ്ഡിതന്മാർ ഇപ്പോൾ ഷെയ്ഖ് ഇബ്നു ഉസൈമീനൊക്കെ ശൈലി അതാണ്. ഇബ്നു ഉസൈമീൻ്റെ ഫിഖ്ഹിൻ്റെ കിതാബൊക്കെ എടുത്ത് നോക്കിയാൽ ഒരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ അദ്ദേഹം പറയും ആ വിഷയത്തിൽ ഷാഫി മദ്ഹബിൽ ഇങ്ങനെയുണ്ട്, ഒരു പ്രമാണം ഇതാണ്, ഹനഫിൽ ഇങ്ങനെ ഉണ്ട്, ഹംബലി ഇങ്ങനെ ഉണ്ട്, മാലിക്കിൽ ഇങ്ങനെ ഉണ്ട്, ഓരൊക്കെ പറഞ്ഞ തെളിവിലാണ്, ആ തെളിവിന് അപര്യാപ്തത ഇന്നതാണ്, ഇന്ന തെളിവാണ് കൂടുതൽ പ്രാമുഖ്യമായിട്ട് കാണുന്നത്, അതുകൊണ്ട് ഇതിൻ്റെ കൂടുതൽ പ്രബലമായ ശൈലി ഇതാണ്, വല്ലാഹു അഅലം എന്ന് പറഞ്ഞ് പോകണം അദ്ദേഹമൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ അവരൊക്കെ കിതാബ് വായിക്കുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചം കിട്ടും. ഇബ്നു ഉസൈമീൻ്റെ കിതാബിലൊക്കെ പ്രത്യേകതയാണ്. ഫിഖ് കിതാബിൽ ഒരു മസല പറയുമ്പോൾ എല്ലാ വശങ്ങളെയും പറഞ്ഞ് അവരെ ന്യായങ്ങൾ പറഞ്ഞ് ആ ന്യായങ്ങൾക്കുള്ള പോരായ്മ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് അതിൽ ഏറ്റവും പ്രബലമായത് ഇന്നതാണ്, കാരണം ഇല്ല ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു വെക്കുകയാണ് അദ്ദേഹമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് വായിക്കുമ്പോൾ നമുക്കതൊരു സംതൃപ്തി കിട്ടും. ആ പറഞ്ഞ എല്ലാ കാര്യം ഞാൻ അപ്പുറത്തേക്കൊന്ന് പറഞ്ഞു നോക്കാമല്ലോ. ഇപ്പോൾ നമ്മൾ ഒരു 100 കിതാബ് വായിക്കുന്നതിന് പകരം ആ 100 കിതാബ് വായിച്ചിട്ട് ഓലിവിടെ അതിൻ്റെ ഒരു ഹാൻസ് ഷോർട്ടാക്കിയുടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളെപ്പോലത്തെ വിദ്യാർത്ഥികൾക്ക് ചെയ്യാൻ പറ്റിയത് ഓലിതൊക്കെ വായിച്ചു നോക്കുക എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് ആ വഴിക്കുന്നപ്പോൾ നമ്മൾ കിതാബ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏതായാലും
ഒന്നെങ്കിൽ സാദുൽ മുസ്തഖനി എടുക്കാതെ എനിക്ക് തോന്നുന്നത്. സാദുൽ മുസ്തഖനി അംബലി മദ്ഹബുള്ള ഫിഖാണ്. അതിൽ ഇബ്നു ഉസൈമീൻ്റെ ഷറഹുണ്ട്, പിന്നെ ഷറഹ് മുംതി. ഷറഹ് മുംതി ബൃഹത്തായ ഗ്രന്ഥമാണ്. ഷറഹ് മുംതി ഞാൻ വായിക്കുകയും മത്തിന് മാത്രം നിങ്ങൾക്ക് വായിച്ചു പോയും ചെയ്യുന്ന രൂപത്തിലേക്ക് നമുക്കത് കൊണ്ടുപോകാം. മുഖദ്ദിമ കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് പറയാം. കുറഞ്ഞ പേജ് ഉണ്ടാവുള്ളൂ. എന്നാൽ ഫിഖിൻ്റെ എല്ലാ ബാബും അതിൽ വരികയും ചെയ്യും. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല അതിനെ 4 മദ്ഹബും അടിസ്ഥാനമാക്കി അതിൻ്റെ വിശദീകരണം, ഇതിൻ്റെ ക്ലാസ്സാണ്. അദ്ദേഹം കിതാബ് എഴുതിയല്ല, അദ്ദേഹം സാദുൽ മുസ്തഖനി ക്ലാസ് എടുത്താണ്. ആ ക്ലാസ് റെക്കോർഡ് ചെയ്തു. ആ ശിഷ്യന്മാരെ പിന്നെ കിതാബാക്കി ക്രോഡീകരിച്ചു. അദ്ദേഹം തന്നെ പരിശോധിച്ചു. എന്നാൽ അദ്ദേഹം വേണ്ട മാറ്റങ്ങൾ വരുത്തി അദ്ദേഹം അത് അംഗീകരിച്ചു കൊടുത്തു. അങ്ങനെ കിതാബായി ഇറങ്ങി. അപ്പോൾ അത് ക്ലാസ് ആയതുകൊണ്ട് തന്നെ ആ ശൈലി കിട്ടും. അതിൽ സ്വാഭാവിക ചോദ്യം കുറച്ചൊക്കെ ഉണ്ട്. നമ്മുടെ ക്ലാസ്സുമായി തന്നെയാണ്. അതിൽ ചോദിക്കുന്ന കുറച്ച് ആ വിഷയത്തിലിട്ട് അല്ലാത്തതല്ല, ചോദിക്കുന്ന കുറച്ചൊക്കെ അതിലുമുണ്ട്. അപ്പോൾ അത് മൂപ്പര് അങ്ങോട്ട് ചോദിക്കും, അപ്പോൾ ഒരു ഉത്തരം പറയും. അപ്പോൾ അദ്ദേഹം അതിന് തിരിച്ച് അങ്ങനെയല്ല അങ്ങനെ പറഞ്ഞു കൊടുക്കും. അത് അദ്ദേഹത്തെ തഫ്സീറും അങ്ങനെ തന്നെയാണ്. ഒരു സമയത്ത് തഫ്സീറും തന്നെ ക്ലാസ്സാണ്, ഖുർആൻ ക്ലാസ് എടുത്താണ്. അത് ആദ്യമൊക്കെ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. കുറച്ച് മുന്നോട്ടായപ്പോഴാണ് പിന്നെ അവർക്ക് ഇത് റെക്കോർഡ് ചെയ്ത ഉപകാരപ്പെടും മനസ്സിലാക്കി റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അത് കുറേ മുന്നോട്ട് പോയി. പിന്നെ ബാക്കിയുള്ളതൊക്കെ അദ്ദേഹത്തെ മറ്റു പല ദിവസത്തിലും അദ്ദേഹം പറഞ്ഞിടത്തൊക്കെ തപ്പി പിടിച്ചിട്ടാണ് പിന്നെ കൊണ്ടുവരുന്നത്. ഖുത്ബി പറഞ്ഞത്, ക്ലാസ് പറഞ്ഞത്, വേറെ വായന പറഞ്ഞ അവിടെ നിന്നൊക്കെ ഈ ആയത്ത് പറഞ്ഞൊക്കെ ഉണ്ടോ നോക്കിയിട്ട് അതൊക്കെ പാടെ തെരഞ്ഞെ പിടിച്ചിട്ട് അദ്ദേഹം ശിഷ്യന്മാർ ക്രോഡീകരിച്ചിട്ടാണ് ഇത് തഫ്സീർ പിന്നീട് അവർ ഇറക്കിയിട്ടുള്ളത്. ഷറഹ് മുംതി അതല്ല, കിതാബ് തന്നെയാണ്. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ, ഫിഖ്ഹിൽ അവഗാഹമുള്ളവർക്കാണ് ഫുഖഹ എന്ന് പറയാം. ഉസൂലി ഫിഖ്ഹിലുള്ളവർക്കാണ് ഉസൂലികൾ എന്ന് പറയാം. ആലിം എന്ന് പറഞ്ഞാൽ എല്ലാം പെട്ടു. ഏത് ഫന്നിലുള്ളവർക്കും ആലിം എന്ന് പറയാം. ഫഖീഹ് എന്ന് പറയുമ്പോൾ കർമ്മശാസ്ത്രത്തിൽ അവഗാഹം നേടിയവരാണ് ഫഖീഹികൾ. അതിൻ്റെ ബഹുവചനമാണ് ഫുഖഹ. കർമ്മശാസ്ത്ര നിദാനശാസ്ത്രത്തിൽ അവഗാഹം നേടിയവരാണ് ഉസൂലികൾ. അയാൾ ഉസൂലിയാണ് എന്ന് പറഞ്ഞാൽ കർമ്മശാസ്ത്ര നിദാനശാസ്ത്രത്തിലുള്ള വലിയ അഗ്രഗണ്യനാണ് എന്നാണ് അർത്ഥം. പിന്നെ ഉസൂലിയൂൻ എന്ന് പറയും. ഉസൂലി ജമ്മ ഉസൂലിയൂന, ഫഖീഹ് ജമ്മ് ഫുഖഹ എന്നാണ്. മറ്റേ മുഹദ്ദിസീങ്ങൾ, ഹദീസിൽ അവഗാഹം നേടിയവർക്കാണ് മുഹദ്ദിസീങ്ങൾ. ഹദീസിൻ്റെ ക്രോഡീകരണം, അതിൻ്റെ സനദുകൾ, സ്വഹീഹ് ദഈഫ്, ആ ഏരിയയ്ക്ക് പോയവരാണ് മുഹദ്ദിസുകൾ എന്ന് പറയുക. ഹദീസും ഫിഖ്ഹും കൂടി ജമ്മ ചെയ്യുന്ന ആളുകൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഹദീസ് നിങ്ങൾക്ക് പലപ്പോഴും ഫിഖ് അറിയില്ല, ഫിഖ് പറയും മറ്റേ അറിയാമെന്നല്ല, എന്ന് വെച്ചാൽ അത്ര ആഴത്തിലേക്ക് ഉണ്ടാവില്ല. രണ്ടും കൂടെ ഒരുമിച്ച് കൂട്ടിയ ആളുകൾ പൊതുവെ കുറവാണ്. അപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാമൊക്കെ അങ്ങനത്തുള്ളതാണ്. എല്ലാ ഫന്നും ഒരുമിച്ച് കൂട്ടിയതാണ്. ഇബ്നു ഉസൈമീൻ ഫിഖ്ഹും ഹദീസും ഒരുമിച്ച് കൂട്ടി എന്ന അദ്ദേഹത്തിൻ്റെ സവിശേഷതയായി പറയാറ്. ഇപ്പോൾ ഷെയ്ഖ് അൽബാനി ഹദീസിലാണ് കൂടുതൽ പ്രാമുഖ്യം. എന്നാൽ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ ഹദീസിലും ഫിഖ്ഹിലും ഒരുപോലെ പ്രാമുഖ്യമുള്ളവരാണ് എന്ന് കാണാൻ കഴിയും. അപ്പം അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ പണ്ഡിതന്മാർക്കിടയിൽ പറയപ്പെടാറുണ്ട്. വല്ലാഹു അഅലം.